ഹായ് എവ്രി വൺ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്നത്തതും നമ്മൾ കോഴിക്കോട് നിന്നുള്ള വീഡിയോ തന്നെയാണ്. അപ്പം കുക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും രാവിലെ എണീറ്റ് ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സമയം 6 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല വെളിച്ചമാണ് കേട്ടോ. പിന്നെ നമ്മളവിടെ ഫുൾ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് ലൈറ്റ് ഇടാതെ തന്നെ നല്ല വെളിച്ചം ഉണ്ടാവും. പിന്നെ രാത്രി തന്നെ അലക്കാനോ വാഷിംഗ് മെഷീനിൽ ഇടുന്നതുകൊണ്ട് രാവിലെ തന്നെ അതൊക്കെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ വേഗത്തിൽ വെയിലൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ അലക്കിയതൊക്കെ വിരിച്ചിട്ടു കേട്ടോ. അപ്പോൾ ഇത് തലേദിവസത്തെ മീൻ കറിയാണ്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മീൻ കറിയും പത്തിരിയാണ്. പത്തിരി ഓൾറെഡി പരത്തി വെച്ചത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കാനും മാത്രമേ ഉള്ളൂ. അങ്ങനെ പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും. ഇപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഹിമാലയ പ്യൂരിഫൈയിങ് നീം ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇത് 100% നാച്ചുറൽ ആയിട്ടുള്ള ആര്യവേപ്പിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. നമുക്കറിയാം ആര്യവേപ്പ് ആന്റി ബാക്ടീരിയകൾക്കെതിരെ പ്രവർത്തിക്കാൻ നല്ലൊരു ഔഷധമാണ്. പിന്നെ ഇത് 99.9% പിമ്പിൾ കോസിംഗ് ബാക്ടീരിയകളെ കൊല്ലുന്നുണ്ട്. പിന്നെ ഇത് സോപ്പ് ഫ്രീ ആണ്, അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. പിന്നെ ഇതൊരു ജെന്റിൽ ക്ലെൻസർ ആയിട്ടും കൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് യൂസിൽ തന്നെ ഇതിന്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് നമ്മുടെ ഫേസ് ഒന്ന് നല്ലോണം വെറ്റാക്കിയതിന് ശേഷം ഫേസിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒന്ന് മസാജ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക. ഇപ്പോൾ ഹിമാലയ എന്നുള്ള ബ്രാൻഡ് നമുക്ക് കാലങ്ങളായിട്ട് പരിചയമുള്ളതാണല്ലേ. ഞാൻ എൻ്റെ മക്കളൊക്കെ ചെറുതാവുമ്പോൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഹിമാലയൻ്റെ പ്രൊഡക്ട്സ് എല്ലാം. ഹിമാലയയുടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, അതുപോലെ തന്നെ ഹിമാലയയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പം ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. മക്കളൊക്കെ എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഷേസി എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഓളുടെ ഡ്യൂട്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പം അടിച്ചുവാരൽ മെയിനായിട്ട് ഓളുടെ ഡ്യൂട്ടിയാണ്. അധിക ദിവസങ്ങളിൽ ഓൾ തന്നെ ഉണ്ട് ചെയ്യുക. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഞാൻ ചെയ്യുക. ഷേസ് അടിച്ചു വാരി കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഇവിടേക്ക് ഒന്ന് തുടയ്ക്കുകയാണ്. എല്ലാ ദിവസവും ഒന്നും തുടക്കലൊന്നുമില്ല. അതിനിടയിൽ അസ്കർഖാൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അവർക്കൊന്ന് ജ്യൂസ് ഉണ്ടാക്കട്ടെ.
ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതാ ലഞ്ച് പ്രിപ്പറേഷനിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ലഞ്ചിന് കോവക്കത്തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അവിടെ കൂട്ടിലങ്ങാടി വീട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ പോരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കടുക് വറുത്തിട്ട് ഉള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് കോവക്ക ഇട്ട് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. അപ്പോൾ അത് അതിനിടയിൽ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു റൈസ് ഡ്രെയിനർ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ വിചാരിച്ചിരുന്നു ഇതിൻ്റെ ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ വിചാരിച്ചിരുന്നു. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വാർക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഇതാ കോവക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഒക്കെ വെന്ത് വന്നപ്പം ഞാൻ തേങ്ങ വെറുതെ അങ്ങനെ ഇടാം കേട്ടോ ചെയ്തത്, ചതച്ചിട്ടൊന്നുമില്ല. എനിക്കിപ്പോൾ എന്തോ അങ്ങനെയാണ് തോരനൊക്കെ വെക്കാനൊരു രസം തോന്നുന്നത്. മറ്റേത് ഉള്ളിയും കറിവേപ്പിലയും തേങ്ങയൊക്കെ കൂടെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതച്ചിട്ടാണല്ലോ ഉണ്ടാക്കുക സാധാരണ. ഇപ്പം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അങ്ങനെ എന്തോ ഒരു രസം തോന്നി. പിന്നെ തക്കാളി ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തക്കാളി വഴറ്റിയിട്ട് അതിലേക്ക് മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഇതാ നമ്മളുടെ ചോറും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ട പൊരിച്ചതും കൂടെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇതാ ലഞ്ചിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഷേസ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പാത്രം കൂടെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ അത് അവൾ കഴുകി തന്നു. അപ്പം ഇനി ഞാനൊന്ന് വർക്കൗട്ട് ചെയ്യട്ടെ. ഷേസിൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞപ്പം ഓൾ ടേബിളിലേക്ക് ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ കൂടെയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇതാ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇങ്ങനെയുള്ള തക്കാളിച്ചോറ്, മുട്ട അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ കൂടുതൽ ഫുഡ് കഴിക്കുക. അല്ലെങ്കിൽ ഭയങ്കര നമ്മൾ ഫുൾ വെൽ സെറ്റാക്കിയിട്ടുള്ള ലഞ്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്രക്കൊന്നും കഴിക്കുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് ലഞ്ച്, ചമ്മന്തി ചോറ്, ഇങ്ങനെ തക്കാളിച്ചോറ് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ആകുമ്പോൾ എനിക്കും മസ്കർക്കാർക്കും മക്കൾക്കൊക്കെ അങ്ങനത്തെ ഫുഡ് ഇഷ്ടമാണ്. അപ്പോൾ വൈകുന്നേരം എല്ലാവരും ഇതാ ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈബേഴ്സൊന്നും ഇന്ന് ഞങ്ങളെ നടത്തൺ ടീംസൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ഓസ്കറിക്കും കൂടെ അവിടെ ഊഞ്ഞാലിലൊക്കെ ഇരിക്കുകയായിരുന്നു. ഷേസ് അവിടെ ഗിറ്റാറിൽ ഏതോ ഒരു സോങ് ട്രൈ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഏതോ ഒരു സോങ് അല്ല, എനിക്കറിയണത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ കുറേ മുന്നേ ഷേസിൻ്റെ അടുത്ത് പഠിക്കാൻ പറഞ്ഞതായിരുന്നു. അപ്പോൾ അതോള് കുറച്ചിങ്ങനെ പഠിച്ചിങ്ങനെ വരികയാണ്. അപ്പോൾ അതൊന്ന് നമ്മളിങ്ങനെ പാടി നോക്കുകയായിരുന്നു.
മനസ്സിലായില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.